നമ്പർ 125 നാലാമത്തെ ചോദ്യമാണ് അല്ലെ. നാലാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? അതായത് നാലാമത്തെ ചോദ്യം പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ചോദ്യം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. റഫായിട്ട് ആ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ മലയാളത്തിൽ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറയാം. 1.75 മീറ്റർ അല്ലെങ്കിൽ 1.75 മീറ്റർ നീളമുള്ള ഒരു വ്യക്തി അല്ലെ, ഒരു വ്യക്തി ഒരു കെട്ടിടത്തിന്റെ, ഒരു ടവറിന്റെ ഫൂട്ടിൽ നിൽക്കുകയാണ്, ടവറിന്റെ താഴെ നിൽക്കുകയാണ്. എന്നിട്ട് മുകളിലുള്ള ഹില്ല് 60 ഡിഗ്രി എലിവേഷനിൽ കാണുകയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇതാണ് വ്യക്തിയെങ്കിൽ നമ്മൾ ഇതാണ് അയാളുടെ സ്ട്രെയിറ്റ് വ്യൂ. അയാളുടെ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത് ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും കീഴ്ക്കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിളിൽ കാണുകയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു അയാൾ ടവറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ടവറിന്റെ മുകളിൽ കയറിയാണ് ആ വ്യക്തി നിൽക്കുന്നതെങ്കിൽ ആ പറയപ്പെടുന്ന ഹില്ല്, ആ കുന്ന് അയാൾ എത്ര ഡിഗ്രി എലിവേഷനിൽ കാണുന്നു അല്ലെങ്കിൽ എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു? 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു എന്നുള്ളതാണ് ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പം നമ്മൾ ആദ്യം തന്നെ വിശദമായ രേഖ നല്ലവണ്ണം വായിച്ചു നോക്കുക. വളരെ വ്യക്തതയോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. വ്യക്തതയോടെ വായിച്ചു നോക്കിയ ശേഷം ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഫിഗർ വരയ്ക്കുമ്പം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ പറയാം, അതായത് 1.75 മീറ്റർ നീളമുള്ള ഒരു വ്യക്തി. അപ്പോൾ എഴുതുക 1.75 മീറ്റർ നീളമുള്ള ഒരു വ്യക്തി. അപ്പുറം എത്ര ഉണ്ട്? അവിടെ ഒരു ഹില്ലുണ്ട്. എന്തുണ്ട് മക്കളെ? അവിടെ ഒരു ഹില്ലുണ്ട്. ഹില്ലെന്ന് വെച്ചാൽ കുന്ന് അല്ലെ, ഒരു കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഈ ഹില്ല് മുതൽ ഈ വ്യക്തി നിൽക്കുന്നിടം വരെ, ഈ വ്യക്തി നിൽക്കുന്ന എവിടെയാണ്? ഇവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവർ ഞാൻ വരയ്ക്കുന്നില്ല, രണ്ടാമത്തെ കേസിൽ ടവർ വരയ്ക്കാം. അപ്പൊ ഈ വ്യക്തി നിൽക്കുന്നിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 40 മീറ്റർ ആണ്. ഈ പറയുന്ന ഹില്ലിന്റെ ടോപ്പ്, ഈ പറയുന്ന കുന്നിന്റെ മുകളറ്റം ഈ പറയുന്ന വ്യക്തി 60 ഡിഗ്രിയിൽ കാണുകയാണ്. 60 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. സോ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് വരയ്ക്കുക? സ്ട്രെയിറ്റ് ടു വ്യൂ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റ് ടു വ്യൂ വരയ്ക്കുക. പിന്നീട് നമ്മൾ നേരെ എന്ത് ചെയ്യുക? 60 ഡിഗ്രി മേൽക്കോൺ വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുളമായി പോകുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾ സ്കെയില് കൊണ്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഹില്ലിന്റെ ഹൈറ്റ് എത്ര? ഞാൻ എഴുതുകയാണ്, ഹൈറ്റ് ഓഫ് ഹിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈറ്റ് ഓഫ് ടവർ. എന്താ മക്കളെ? ഹൈറ്റ് ഓഫ് ടവർ എന്നുള്ളതാണ്. ഹൈറ്റ് ഓഫ് ടവർ. ഇത് രണ്ടും കൂടെ കാണണം. ഓക്കെ, നമുക്ക് ആദ്യം ഈ കണ്ടീഷൻ എടുക്കാം. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇവിടെ എ എന്ന് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം, സി എന്ന് കൊടുക്കാം. ഇത് 40 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഇതും എന്തായിരിക്കും? 40 മീറ്റർ ആയിരിക്കും അല്ലെ. ഇത് 40 ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? 40 ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഞാനിവിടെ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇത്രയും ഡിസ്റ്റൻസിനെയാണ് ഞാൻ ഹില്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ആണോ മക്കളെ? നിങ്ങളൊന്ന് നോക്കി, ഞാൻ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുകയാണ്. ABC നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊരു ട്രയാങ്കിൾ ആണ്? ABC. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. നമുക്ക് അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം നമുക്കറിയാം 40 മീറ്റർ ആണെന്ന് അറിയാം. നമുക്ക് ഈ AC കാണാൻ പറ്റുമല്ലോ. അതായത് tan 60 ഉപയോഗിച്ചോ. tan 60 എന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും? AC ഡിവൈഡ് ബൈ BC. BCക്ക് വരെ 40 എഴുതാം. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടും? AC കിട്ടും. ആ ACയിൽ നിന്ന് നമ്മൾ CD കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? പറയൂ, എത്ര കിട്ടും? നമുക്ക് ഹില്ലിന്റെ ഹൈറ്റ് കിട്ടും.
അപ്പം ഈ സി ഡി എന്ന് വെച്ചാൽ നോക്കണം, ഇത് 1.75 ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസും എത്ര ആയിരിക്കും? 1.75 ആയിരിക്കും. ഞാൻ എടുക്കുകയാണ് കൺസിഡർ, അല്ലെ ഞാൻ എഴുതുകയാണ് കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. നിങ്ങൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ എ ബി സി അങ്ങനെ നോക്കണം. ഞാൻ tan 60 എഴുതിയാണ്. tan 60 ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ എ സി എന്ന് കൊടുക്കുന്നു, അഡ്ജസൻറ്റ് സൈഡ് 40 എന്ന് കൊടുക്കുന്നു. എനിക്ക് എ സി ആണ് കാണാനുള്ളത്. എ സി ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു എന്താണ്? tan 60 ആണ്. എന്താണ്? tan 60 ആണ്. എന്താണ് നമുക്ക് tan 60യുടെ വില? tan 30യുടെ വില എത്രയാണ്? tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. tan 45 എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 1 ആണ്. tan 60 എന്ന് വെച്ചാൽ എത്രയാണ്? √3 ആണ്. √3 എന്ന് വെച്ചാൽ എത്രയാണ്? 1.73 ആണ്. അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടി? നമുക്ക് tan 60യുടെ വില കൊടുക്കാം, അല്ലേ? അപ്പോൾ 40 ഇൻറ്റു എനിക്ക് എത്ര എഴുതാൻ പറ്റും? √3 എഴുതാൻ പറ്റും. ഐഡിയ മനസ്സിലായല്ലോ? എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുന്നു, അതിലിവിടെ 60 ഡിഗ്രിയാണ്. എ സി എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡാണ്, ബി സി അഡ്ജസൻറ്റ് സൈഡാണ്. അതാണ് ഈ വ്യക്തി നിൽക്കുന്ന സ്ഥലം മുതൽ ആ ഹില്ല് വരെയുള്ള ഡിസ്റ്റൻസ് 40 ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ആ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. അപ്പം നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കിവിടെ 40 ഇൻറ്റു 1.73 ഇട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഏകദേശം മൾട്ടിപ്ലൈ ചെയ്യുമ്പം 69.28 മീറ്റർ കിട്ടും. 69.28 മീറ്റർ. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. നമുക്ക് എന്താ ഫസ്റ്റ് കണ്ടുപിടിക്കാനത്? ഹൈറ്റ് ഓഫ് ഹില്ലാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടെന്താണ്? ഹൈറ്റ് ഓഫ് ടവർ ആണ്. സോ നമ്മൾ എഴുതുക ഹൈറ്റ് ഓഫ് ഹില്ല്. ഹൈറ്റ് ഓഫ് ഹില്ല് കാണുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ. എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ ഹൈറ്റ് ഓഫ് ഹില്ല്? ഓക്കെ ആണോ? എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ഓഫ് ഹില്ല്. എന്ന് വെച്ചാൽ നമ്മളിവിടെ എ സി കണ്ടുപിടിച്ചു. എ സിയുടെ നീളം എത്രയാണ്? 69 എത്രയാണ്? 28 ആണ്. നമ്മൾ അതിൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം? 1.75 കൂടെ കൂട്ടണം. പ്ലസ് 69.28 പ്ലസ് എത്രയാണ്? 1.75 മീറ്റർ പ്ലസ് 1.75 മീറ്റർ. നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 71, അപ്രോക്സിമേറ്റ് 71.03 മീറ്റർ എന്ന് കിട്ടും. 71.03 മീറ്റർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് ആൻസർ ആയി. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. ഇനി നമുക്ക് എന്തും കൂടെ കാണണം? ഹൈറ്റ് ഓഫ് ടവർ കൂടെ കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകിൽ ഇതേ ഫിഗറിൽ രണ്ടാമത് പറഞ്ഞ കൺസെപ്റ്റും ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റും കൂടി ഒറ്റ ഫിഗറിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫിഗറിൽ വരയ്ക്കാം. ഈ സെപ്പറേറ്റ് ഫിഗറിൽ വരയ്ക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാകും. രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ചെറുക്കൻ ഒരു പരിപാടിയില്ല. ആദ്യം ചെറുക്കൻ തറയിൽ നിന്ന് ഇവിടെ ടവറുണ്ട്, ഈ ടവറിൻ്റെ കീഴിൽ നിന്നിട്ടാണ് മുകളിലോട്ട് നോക്കിയത്. പിന്നെ ഇവൻ അതിൻ്റെ മണ്ടയിൽ കയറി, ടവറിൻ്റെ മണ്ടയിൽ കയറി. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു സംഭവം വരച്ചു. അതെന്താണ്? ടവറാണ്. ആ ടവറിൻ്റെ മണ്ടയിൽ ദാണ്ട് ഈ പയ്യൻ കയറി നിൽപ്പുണ്ട്. ഒരു പണിയുമില്ല. അവൻ എത്ര മീറ്ററാണ്? 1.75 മീറ്റർ ആണ്. ഞാൻ ഇതിനെന്താ കൊടുത്തു? ടവർ എന്ന് കൊടുത്തു. പ്രശ്നം ഉണ്ടാടാ? പ്രശ്നമുണ്ടോ? 40 മീറ്റർ അകലെ എന്തുണ്ട്? നിങ്ങൾ തന്നെ പറ. 40 മീറ്റർ അകലെ എന്തുണ്ട്? ഹില്ലുണ്ട്. ഓക്കെ ആണോ മക്കളെ? 40 മീറ്റർ അകലെ എന്തുണ്ട്? ഹില്ലുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് വരയ്ക്കണേ. 40 മീറ്റർ അകലെ എന്തുണ്ട്? ഹില്ലുണ്ട്. കുറച്ച് ഹൈറ്റ് കുറയ്ക്കാൻ. 40 മീറ്റർ അകലെ എന്തുണ്ട്? ഹില്ലുണ്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇനി ഇവൻ്റെ പരിപാടി എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെ, ഇവിടാണ് ടവർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡോട്ടർ ലൈൻസ് കൊടുക്കാം. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വരയ്ക്കണം? അവൻ്റെ സ്ട്രേറ്റ് വ്യൂ വരച്ചേ പറ്റൂ. സ്ട്രേറ്റ് വ്യൂ എന്ന് വെച്ചാൽ എന്താടാ? അവൻ നേരെ നോക്കുന്ന വ്യൂ അല്ലേ? വരച്ചു. ഇനി ഇവൻ എന്താ ചെയ്യുന്നത്? ഇനി ഇവൻ ആ ഹില്ലിൻ്റെ മുകളറ്റം നോക്കിയാണ്. ഇവൻ എന്താ ഇതിൻ്റെ പരിപാടി? എന്താ? ഫസ്റ്റിൽ എന്താ ഇവിടെ വെറുതെ നിന്ന് നോക്കി, എന്നിട്ട് ഇവൻ വലിഞ്ഞു കയറി ടവറിൻ്റെ മുകളിൽ. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലായി ടവറിനേക്കാൾ വലുതാണ് എന്ത്? ഹിൽ അല്ലെങ്കിൽ കുന്നെന്നുള്ളത് അല്ലേ? പിന്നീട് അവൻ എന്ത് ചെയ്തു? 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും മേൽക്കോണാണ്. 50 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? 50 ഡിഗ്രി. നിങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഐഡിയാസും കൂടി, ഈ രണ്ട് കൺസെപ്റ്റും കൂടെ ഒറ്റ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടാണ് ചോദിച്ചേക്കുന്നത് ഹൈറ്റ് ഓഫ് ഹില്ല്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് കൺസെപ്റ്റ് വെച്ച് ഹൈറ്റ് ഓഫ് ഹില്ല് കണ്ടുപിടിച്ചു. രണ്ടാമത് ഹൈറ്റ് ഓഫ് ടവർ കാണണം. ഹൈറ്റ് ഓഫ് ടവർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഈ ഡിസ്റ്റൻസ് ആണ്. ഇവൻ 1.75 ആണെങ്കിൽ ഇവൻ എത്രയാണ്? 1.75 ആണ്. നമുക്ക് ഇവനെയാണ് വേണ്ടത്. ഇവൻ 40 ആണെങ്കിൽ ഇവനും 40.
ഇവൻ 40 ആണെങ്കിൽ ഇവനും 40. നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ബി, സി. തൽക്കാലം നമ്മൾ ഇത്രയും കൊടുത്താൽ മതി. എടാ എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് ഇവനെയാണ് എനിക്ക് വേണ്ടത്. എന്താ ഞാൻ ചെയ്യും? എനിക്ക് വേണ്ടത് ഇവനെയാണ്. നമ്മുടെ ട്രിഗണോമെട്രി അനുസരിച്ച് ടാൻ 50 അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എ സി കണ്ടുപിടിക്കാം. ആണല്ലോ, എന്താ കണ്ടുപിടിക്കാം? എ സി കണ്ടുപിടിക്കാം. എ സി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ നോക്കാനുള്ള കാര്യം ഇത്രയാണ് ഹില്ല്. ഹില്ലിൻ്റെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാടാ ഹില്ലിൻ്റെ ഹൈറ്റ്? ഹില്ലിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എടാ ഹില്ലിൻ്റെ ഹൈറ്റ് എത്രയാടാ? 71.03 ആണ് അല്ലേ? 71.03 എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇവിടം മുതൽ തെറ്റരുത്, താണ്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 71.03 മീറ്റർ അല്ലേ? ഞാൻ ഈ 1.75 എന്ന് മാറ്റിയാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി. ഇവിടം വരെയാണ് 1.75. എടാ ഈ ഹില്ലിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. നമുക്ക് വേണ്ട ടവറിൻ്റെ ഹൈറ്റാണ്. എടാ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കേടാ മക്കളെ. നമ്മൾ ഇതാണ്ട ഈ എ ബി സി എന്ന ട്രയാങ്കിളിൽ ടാൻ 50 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് കാണുക. എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ കാണുക. എ സി ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ 71.03. അതിൽ നിന്ന് ഈ എ സി കുറയ്ക്കണം. പിന്നീട് ഈ 1.75 കൂടെ കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേടാ? ഈ ഡിസ്റ്റൻസ് അല്ലേടാ ടവറിൻ്റെ ദൂരം. എടാ അതല്ലേടാ കണ്ടുപിടിക്കാനുള്ളത്. മനസ്സിലായോ? എടാ ഇത് മൊത്തത്തിൽ ഹില്ലിൻ്റെ ദൂരം 71.03. നമുക്കിതാ ഇവിടെ വ്യക്തി ടവറിൻ്റെ മുകളിൽ ഒരുത്തം നിൽപ്പുണ്ട്, അവൻ്റെ അതേ ഹൈറ്റാണ് ഇവിടെ. നമ്മളിതാ ഈ ടാൻ 50 ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. മൊത്തത്തിൽ 71.03. അപ്പോൾ 71.03 നിന്ന് ഈ എ സി ഡിസ്റ്റൻസും ഈ 1.75 കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് അല്ലേടാ ടവർ. ഓക്കെ, നമ്മൾ എഴുതിയാണ് ഇൻ ട്രയാങ്കിൾ എ ബി സി ടാൻ 50 ഈസിക്കൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എ സി ബൈ 40. സോ എ സി എങ്ങനെ കാണാൻ പറ്റും? ടാൻ 50 ഇൻറ്റു എന്താണ്? 40 ഡിഗ്രിയാണ്. ടാൻ 50യുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കും. 30, 60, 45 മാത്രം നമ്മൾ പഠിച്ചിരുന്നാൽ മതി. ടാൻ 50യുടെ വാല്യൂ നമുക്ക് എന്താ തന്നിരിക്കും? ക്വസ്റ്റ്യനിൽ നമ്മൾ തന്നിരിക്കും. ടാൻ 50യുടെ വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കും. ഇപ്പോൾ ടാൻ 50യുടെ വാല്യൂ ഇട്ട് 40 ഗുണിക്കുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 47.6 ആണ്. എത്ര കിട്ടും? എ സിയുടെ വില 47.6 മീറ്റർ കിട്ടി. അപ്പോൾ എവിടെയാണ് 47 കിട്ടിയത്? ഈ ഡിസ്റ്റൻസ് കിട്ടി, 47.6 മീറ്റർ. എനിക്ക് വേണ്ട ടവറിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ടവറിൻ്റെ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് മാത്രം മതി. ഇത് ഫുൾ 71.03 ഉണ്ട്. അപ്പോൾ എന്താ എഴുതണം? ഹൈറ്റ് ഓഫ് ടവർ. ഹൈറ്റ് ഓഫ് ടവർ എന്നുള്ള എന്താ എഴുതാൻ പറ്റൂടാ? മൊത്തത്തിൽ 71.03 മൈനസ് എന്തൊക്കെ കുറയ്ക്കണം? ഈ 47.6 കുറയ്ക്കണം, താണ്ട ഈ ഡിസ്റ്റൻസ്, പ്ലസ് അതിനോടൊപ്പം എന്തും കൂടെ കുറയ്ക്കണം? 1.75 കൂടെ കുറയ്ക്കണം. നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഏകദേശം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 21.65 മീറ്റർ കിട്ടും. 21.65 മീറ്റർ കിട്ടും. എടാ മക്കളെ, അപ്പോൾ രണ്ടും കിട്ടിയല്ലോ. ഒന്നെന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ഹില്ലാണ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് എഴുതിയെടുക്കണം. സെപ്പറേറ്റ് ലാസ്റ്റ് എഴുതണം. സോ ഹില്ലിൻ്റെ ഹൈറ്റ് നിങ്ങൾ വൃത്തിയായിട്ടങ്ങ് എഴുതിക്കോണം. അത്രയും മീറ്റർ. പിന്നെന്താണ് എ ബി ക്വസ്റ്റ്യൻ എന്താണ്? ടവറിൻ്റെ ഹൈറ്റ്. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട്, ഇപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതിയെടുക്കണം. ഇതൊരു കിടില എണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിളായിട്ട് സമാധാനമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.